മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 ഫെബ്രുവരി 27 വെള്ളി. ദലിതുകളെ അവഹേളിച്ചുകൊണ്ടുള്ള JNU-VCയുടെ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർവകലാശാല ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും നിലപാടുകളും തകർക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വിക്ടിം കാർഡല്ല, വിങ്ങുന്ന യാഥാർത്ഥ്യം. രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ എന്നും മുൻനിരയിലുള്ള പേരാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടേത്. അക്കാദമിക മികവ് കൊണ്ട് മാത്രമല്ല, പല ഘട്ടങ്ങളിലും അവിടുത്തെ വിദ്യാർത്ഥി അധ്യാപക സമൂഹം പുലർത്തിയ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടുകൂടിയാണ് JNU രാജ്യത്തിന് പ്രിയപ്പെട്ടതായത്. റോമിള താപ്പർ, ഡോക്ടർ KN പണിക്കർ, അമിത് ബാദുരി, യോഗേന്ദ്ര സിംഗ്, ഇംതിയാസ് അഹമ്മദ്, TK ഉമ്മൻ, നിവേദിത മേനോൻ, പ്രഭാത് പട്നായിക്, ഉത്സ പട്നായിക്, സോയ ഹസൻ, ഉദയ് പ്രകാശ്, ആയിഷ കിദ്വായ് എന്നിങ്ങനെ രാജ്യം കണ്ട മികച്ച സാമൂഹിക സാമ്പത്തിക ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും എഴുത്തുകാരുമെല്ലാം ഇവിടെ അധ്യാപകരായിരുന്നു. ധീരരായ ഒട്ടനവധി ആക്ടിവിസ്റ്റുകളെയും എഴുത്തുകാരെയും അക്കാദമീഷ്യന്മാരെയും JNU ലോകത്തിന് സമ്മാനിച്ചു. ഇതിനെല്ലാം ഉപരി അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടങ്ങളിലും വർഗീയ ഫാസിസത്തിനെതിരായ ചെറുത്തുനിൽപ്പിനും ഉൾപ്പെടെ ചെറുതല്ലാത്ത പങ്കുവഹിച്ച് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് കരുത്ത് പകർന്നു എന്നത് തന്നെയാണ് 57 വർഷം പിന്നിടുന്ന ഈ മഹാവിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. എന്നാൽ JNU ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും നിലപാടുകളും തച്ച് തകർക്കാനുള്ള ആസൂത്രിതവും സംഘടിതവുമായ ശ്രമങ്ങളാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ മേൽനോട്ടത്തിൽ ഒരു പതിറ്റാണ്ടായി നടന്നു വരുന്നത്. പോലീസിനെയും ഫാസിസ്റ്റ് കാലാൾപ്പടയെയും ക്യാമ്പസിൽ കടത്തിവിട്ടും എതിർ ശബ്ദമുയർത്തുന്നവരെ ജയിലിലടച്ചും സംവാദത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചും സർവകലാശാലയുടെ സ്വഭാവം മാറ്റാനുള്ള പദ്ധതികൾ പലവരും നടത്തി. സർവകലാശാലയെയും വിദ്യാർത്ഥി നേതാക്കളെയും ഭീകരവൽക്കരിക്കുന്ന വ്യാജ വാർത്തകൾ മാധ്യമങ്ങളിൽ നിരന്തരമായി പ്ലാന്റ് ചെയ്യപ്പെടുന്നു. ഭീകരവാദത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ JNU ഇടിച്ചു നിരത്തണമെന്ന് വാദിക്കുന്ന സൈദ്ധാന്തികർ വരെയുണ്ട് വലതുപക്ഷത്ത്. ഭരണകൂട ആശയങ്ങളുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന 2 അക്കാദമീഷ്യന്മാരെ വൈസ് ചാൻസലർ പദവിയിൽ തുടർച്ചയായി അവരോധിച്ച് സ്വതന്ത്ര ചിന്തകരുടെയും വിദ്യാർത്ഥി ഉണർവുകളുടെയും പ്രഭവ കേന്ദ്രം എന്ന വിലാസം മായ്ച്ചു കളയാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. നേട്ടങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും പേരിൽ രാജ്യം എന്നും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കലാശാല അതിൽ പിന്നെ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞത് തികച്ചും വിപരീതമായ ചില കാരണങ്ങളാലായിരുന്നു. വൈസ് ചാൻസലർ ശാന്തിശ്രീ ധൂലിപൊടി പണ്ഡിറ്റ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ അത്യന്തം മനുഷ്യവിരുദ്ധമായ ജാതീയ പരാമർശങ്ങൾക്കെതിരായ പ്രതിഷേധം ക്യാമ്പസിനകത്തും പുറത്തും ശക്തിപ്പെടുകയാണ്. ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് VC കടുത്ത ജാതി പരാമർശങ്ങൾ നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനങ്ങളും അതിക്രമങ്ങളും ഇല്ലാതാക്കാൻ UGC നിർദ്ദേശിച്ച മാർഗനിർദ്ദേശ ചട്ടങ്ങൾ യുക്തിരഹിതവും അനാവശ്യവുമാണെന്ന വർഗീയ ജാതി വർഗീയന്മാരുടെ വാദം ഏറ്റുപിടിച്ച VC സ്ഥിരം വിക്ടിം കാർഡ് കളിക്കുന്ന ഇരവാദക്കാർ എന്നാണ് ദലിതുകളെ അവഹേളിച്ചത്. സ്ഥിരമായ ഒരു ഇരവാദം ഇവിടെ നിലനിൽക്കുന്നു. എപ്പോഴും ഒരു ഇരയായി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ടോ നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. മുമ്പ് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ചെയ്ത അതേ സംഗതിയാണ് ഇവിടെ ദലിതർക്ക് വേണ്ടിയും കൊണ്ടുവന്നത്. ഒരാളെ ചെകുത്താനായി ചിത്രീകരിച്ചത് കൊണ്ട് മാത്രം പുരോഗതി ഉണ്ടാകില്ല. അത് യാഥാർത്ഥ്യങ്ങളെ കൃത്രിമമായി നിർമ്മിച്ചെടുക്കലാണ്. അവിടെ എന്ത് സംഭവിച്ചാലും ഞാനൊരു സ്ഥിരം ഇരയും നിങ്ങളൊരു സ്ഥിരം വേട്ടക്കാരനുമായിരിക്കും. അതൊരിക്കലും പ്രായോഗികമായ ഒന്നല്ല എന്നായിരുന്നു ശ്രീമതി പണ്ഡിറ്റിൻ്റെ പരാമർശം. സർവത്ര വിവേചനങ്ങളും സംവരണ അട്ടിമറിയും മറികടന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കരുത്ത് നേടാൻ ഇറങ്ങിപ്പുറപ്പെട്ട ദലിതുകളെയും ബഹുജന ന്യൂനപക്ഷ സമൂഹങ്ങളെയും തല്ലിക്കെടുത്തുന്ന ജാതിപ്പകയുടെ ഇരയായി വിദ്യാർത്ഥികൾ കലാലയങ്ങളും ഈ ഭൂമിജീവിതം തന്നെയും പാതി വഴിയിൽ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്ന ഒരു കാലത്താണ് JNU-VC ഇത് പറയുന്നത്. വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണമെന്ന് വിശ്വസിക്കുന്ന ഏകലവ്യന്മാരുടെ വിരലുകൾ മുറിച്ചു വാങ്ങുന്ന മനുകാല ഗുരുക്കന്മാരുടെ പരമ്പര അന്യം നിന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു ഈ വാക്കുകൾ. ഇന്ത്യയിലെ ഓരോ സർവകലാശാലയും നേരിടാൻ പോകുന്ന ദുര്യോഗത്തിലേക്കുള്ള ചൂണ്ടുപലക കൂടിയാണിത്. വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധിച്ച് ക്യാമ്പസിൽ പ്രകടനം നടത്തിയ ഇടതു പുരോഗമന വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് കാവിപ്പട VCയുടെ നിലപാടിന് പിന്തുണയേകി. നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തിയ VCക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് ധനഞ്ജയ്, മിഷൻ അംബേദ്കർ സ്ഥാപകൻ അഡ്വക്കേറ്റ് സൂരജ് കുമാർ ബൗദ്ധ് എന്നിവർ ദേശീയ പട്ടികജാതി കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. VCയെ നീക്കം ചെയ്യുക, രോഹിത് ആക്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികൾ ഇന്നലെ ലോങ് മാർച്ചും സംഘടിപ്പിച്ചു. VC പദവിയിലിരുന്ന് JNUവിനെ അട്ടിമറിച്ച പ്രൊഫസർ M ജഗദീഷ് കുമാറിനെ UGCയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുത്ത കേന്ദ്ര ഭരണകൂടം ഇതെല്ലാം കണ്ട് നടപടി കൈക്കൊള്ളുമെന്ന് മോഹിക്കുന്നത് പോലും ഇന്നത്തെ ഇന്ത്യയിൽ അസാധ്യമാണ്. എല്ലാ ജാതിവെറികളെയും മറികടന്ന് ലോകമാദരിക്കുന്ന ദിഷണാശാലികളിൽ ഒരാളായി വളർന്ന
പിൽക്കാലത്ത് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായ ഡോക്ടർ KR നാരായണൻ ഇരുന്ന പദവിയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് ശാന്തിശ്രീ ധൂലിപൊടി ഒരു വേള ഓർത്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. മാധ്യമം പോഡ്കാസ്റ്റ്.